2018 തകർന്ന ഇടുക്കി മൂന്നാർ സർക്കാർ കോളേജിനായി ഇനിയും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായില്ല. കെട്ടിടത്തിനായി സ്ഥലം അടക്കം കണ്ടെത്തിയെങ്കിലും നിർമ്മാണം നീളുകയാണ്. സ്വന്തമായി ഉണ്ടായിരുന്ന കെട്ടിടം പോയതോടെ താൽക്കാലിക സംവിധാനത്തിലാണ് കോളേജിന്റെ പ്രവർത്തനം. മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപമായിരുന്നു മൂന്നാർ സർക്കാർ കോളേജ് പ്രവർത്തിച്ചു വന്നിരുന്നത്. എന്നാൽ 2018 പ്രളയത്തിൽ ഇവിടെ മണ്ണിടിച്ചിലുണ്ടാവുകയും കെട്ടിടങ്ങൾക്ക് ബലക്ഷമത ഇല്ലാതാവുകയും ചെയ്തതോടെ കോളേജിന്റെ പ്രവർത്തനം താളം തെറ്റി. ഉണ്ടായിരുന്ന കെട്ടിടങ്ങളിൽ നിന്നും കോളേജിന്റെ പ്രവർത്തനം താൽക്കാലിക സംവിധാനത്തിലേക്ക് മാറ്റപ്പെട്ടു. അന്നു മുതൽ ഉയരുന്നതാണ് കോളേജിനായി പുതിയ കെട്ടിട സമുച്ചയം വേണമെന്ന ആവശ്യം. എന്നാൽ പ്രളയാനന്തരം വർഷം 7 പിന്നിട്ടിട്ടും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ അനന്തമായി നീളുകയാണ്. ഇത്രയും വർഷമായിട്ട് പോലും അതിൻ്റെ പുതിയ കോളേജിൻ്റെ പ്രാരംഭ പണികൾ പോലും നടത്തുവാൻ സർക്കാർ ജനപ്രതിനിധികളും തയ്യാറായിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൽ അനുവദിച്ച ഏക സർക്കാർ കോളേജാണ് ഇന്ന് നാമാവശിഷ്ടമായി മാറിയിരിക്കുന്നത്. ഇവിടെ ആയിരക്കണക്കിന് വരുന്ന തോട്ടം തൊഴിലാളികളുടെയും സാധാരണക്കാരൻ്റെയും മക്കൾ ആശ്രയിക്കുന്ന ഏക സർക്കാർ കോളേജ് ഈ കഴിഞ്ഞ 6-7 വർഷമായിട്ടും ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഈ ഒരു പുതിയ കോളേജ് കൊണ്ടുവരാനോ സ്ഥലം കണ്ടെത്താനോ യാതൊരു വിധത്തിലുള്ള നടപടി സ്വീകരിച്ചില്ല. കോളേജിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ വേണ്ടുന്ന ഭൂമി കണ്ടെത്തുന്ന കാര്യങ്ങളിലടക്കം ഇടപെടലുകൾ നടന്നിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയടക്കം ഇക്കാര്യത്തിൽ നേരിട്ടെത്തി ഇടപെടൽ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ തുടർ നടപടികളിൽ മെല്ലെപ്പോക്ക് തുടരുന്നുവെന്ന ആക്ഷേപം ശക്തമാണ്. കാർഷിക തോട്ടം മേഖലകളിലെയും വിവിധ ആദിവാസി ഇടങ്ങളിലെയും ഒക്കെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സഹായകരമാകുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് സ്വന്തമായി കെട്ടിട സമുച്ചയമില്ലാതെ വർഷങ്ങളായി പരിമിതിക്കുള്ളിൽ പ്രവർത്തിക്കുന്നത്. വർഷം ഇത്ര പിന്നിട്ടിട്ടും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടി കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നതിൽ വന്നിട്ടുള്ള കാലതാമസം വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തുകയാണ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.